ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ 90 മിനിറ്റ് മുഴുവൻ പ്രതിമ പോലെ നിശ്ചലമായി നിൽക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിന്തിക്കുമ്പോൾ തന്നെ അസാധ്യമെന്ന് തോന്നുന്നുണ്ടാകാം. എന്നാൽ ഇത്തവണ വേൾഡ് കപ്പ് കളിക്കാനെത്തിയ കോങ്കോ ടീമിനൊപ്പം ഇങ്ങനെ അനങ്ങാതെ പ്രതിമയായി നിൽക്കാൻ വേണ്ടി മാത്രം അവർ ഒരാളെ കൂടെ കൂട്ടിയിരിക്കുന്നു. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കോങ്കോ ആരാധകനായിരുന്നു മിഷേൽ എൻഗുഗ എംബോലഡിംഗ അഥവാ ലുമുംബ വെയ. കോങ്കോ ദേശീയ ടീമിന്റെ മത്സരം തുടങ്ങുമ്പോൾ നിറമേറിയ സ്യൂട്ട് ധരിച്ച് ഒരു ചെറിയ സ്റ്റൂളിന്മേൽ കയറി വലത് കൈ ഉയർത്തി അങ്ങനെ നിൽക്കും, അതും 90 മിനിറ്റും. ഗോൾ വന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം മുഴുവൻ ആർപ്പി വിളിക്കുമ്പോഴും മിഷേൽ അനങ്ങില്ല. മിഷേലിന്റെ ഈ നിൽപ്പ് ആഗോളാന്തരം വൈറലാവുകയും കോങ്കോ പ്രസിഡന്റ് ഫെലിക്സ് ചിസെക്കേത്തി നേരിട്ടിടപെട്ട് ഇദ്ദേഹത്തിനെ കോങ്കോ വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാക്കുകയായിരുന്നു. എന്നാൽ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രകടനം? എന്താണ് മിഷേൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിഷേൽ അനുകരിക്കുന്നത് പാട്രിസ് ലുമുംബയെയാണ്. നൂറ്റാണ്ടിലേറെ നീണ്ട ബെൽജിയൻ കോളനി വാഴ്ചയിൽ നിന്നും കോങ്കോയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി, കോങ്കോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വിപ്ലവകാരി. കോങ്കോ ജനതയ്ക്ക് ഇന്നും പാട്രിസ് ലുമുംബ ഒരു ദേശീയ നായകനാണ്. കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസയിലെ ലുമുംബയുടെ സ്മാരകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമയുടെ അതേ ഭാവത്തിലാണ് മിഷേൽ ആരാധകർക്കിടയിൽ നിൽക്കുന്നത്. ലുമുംബയുടെ തുറന്ന കൈ സമാധാനത്തിന്റെ അടയാളമാണ്. യുദ്ധങ്ങളും സംഘർഷങ്ങളും നേരിടുന്ന തന്റെ രാജ്യത്തിന് സമാധാനം വേണമെന്ന സന്ദേശമാണ് അത് നൽകുന്നത്. ഒരു ബേക്കറി ജോലിക്കാരനായിരുന്ന മൈതാനങ്ങളിൽ ലുമുംബയെ അടയാളപ്പെടുത്തുന്ന മിഷേൽ ഇന്ന് കോങ്കോ ഫുട്ബോൾ ആരാധനയുടെ മുഖമാണ്. ചിലർ തമാശയായി പറയാറുണ്ട്, മിഷേൽ സ്റ്റേഡിയത്തിലുണ്ടെങ്കിൽ എതിരാളികൾക്ക് ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ കഥ ഫുട്ബോളിനേക്കാൾ വലുതാണ്. 90 മിനിറ്റ് നിശ്ചലമായി നിൽക്കുന്ന ആ മനുഷ്യൻ ഒരു ആരാധകൻ മാത്രമല്ല, സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ ഒരു നേതാവിന്റെ ഓർമ്മയാണ്, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ ശബ്ദം. ലോകം ഇതൊന്നും മറക്കരുതെന്ന് കോങ്കോ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് മിഷേൽ. അതുകൊണ്ടാവാം സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരുടെയും കണ്ണുകൾ ഒടുവിലെത്തി നിൽക്കുന്നത് ആ ഒരൊറ്റ പ്രതിമയിലേക്ക് മാത്രമാവുന്നത്.